ലഭിച്ചിരിക്കുന്ന പാട്ടുതാളിലെ ഒന്നാമത്തെ പാട്ട് പാടിക്കൊണ്ട് ഇപ്പോൾ നമ്മുടെ സംഗീത ശുശ്രൂഷ ആരംഭിക്കാം. ശരണമാക്കും പാറയും നീയല്ലോ, എന്നും നിന്നിൽ ഞാൻ വിശ്രമിക്കുമേ.
ധൈര്യമായി വിശ്വാസം കാത്തുകൊണ്ട് പോരാടുന്നു. ഞാൻ ധൈര്യമായി വിശ്വാസം കാത്തുകൊണ്ട് ജീവനിൽ വാഴുവാൻ ഞാൻ നിന്നിടുന്നേ നിന്റെ മുന്നിൽ. ജീവനിൽ വാഴുവാൻ ഞാൻ നിന്നിടുമേ വിശുദ്ധരോടൊപ്പന്ന്. എന്റെ ശൈലവും എൻ കോട്ടയും നീയല്ലോ, എന്റെ രക്ഷകൻ ദൈവവും നീയല്ലോ. എന്റെ ശൈലവും എൻ കോട്ടയും നീയല്ലോ, എന്റെ രക്ഷകനും ദൈവവും നീയല്ലോ. ഞാൻ ശരണമാക്കും പാറയും നീയല്ലോ, എന്നും നിന്നിൽ ഞാൻ വിശ്രമിക്കുമേ. ഞാൻ ശരണമാക്കും പാറയും നീയല്ലോ, എന്നും നിന്നിൽ ഞാൻ വിശ്രമിക്കുമേ. തേജസ്സിൻ കാന്തനാമിനെ തേജസ്സിൽ കണ്ടിടുവാൻ, തേജസ്സിൻ കാന്തനാമിനെ തേജസ്സിൽ കണ്ടിടുവാൻ. കാക്കുകൻ ദേഹം ദേഹി ആത്മാവ് പ്രിയമേ, കാക്കുകൻ ദേഹം ദേഹി ആത്മാവ് വിശുദ്ധിയിൽ പൂർണ്ണമായി. എന്റെ ശൈലവും എൻ കോട്ടയും നീയല്ലോ, എന്റെ രക്ഷകൻ ദൈവവും നീയല്ലോ. എന്റെ ശൈലവും എൻ കോട്ടയും നീയല്ലോ, എന്റെ രക്ഷകനും ദൈവവും നീയല്ലോ. ഞാൻ ശരണമാക്കും പാറയും നീയല്ലോ, എന്നും നിന്നിൽ ഞാൻ വിശ്രമിക്കുമേ. ഞാൻ ശരണമാക്കും പാറയും നീയല്ലോ, എന്നും നിന്നിൽ ഞാൻ വിശ്രമിക്കുമേ. തേജസ്സിൻ കാന്തനാമിനെ തേജസ്സിൽ കണ്ടിടുവാൻ, തേജസ്സിൻ കാന്തനാമിനെ തേജസ്സിൽ കണ്ടിടുവാൻ. കാക്കുകൻ ദേഹം ദേഹി ആത്മാവ് പ്രിയമേ, കാക്കുകൻ ദേഹം ദേഹി ആത്മാവ് വിശുദ്ധിയിൽ പൂർണ്ണമായി. എന്റെ ശൈലവും എൻ കോട്ടയും നീയല്ലോ, എന്റെ രക്ഷകനും ദൈവവും നീയല്ലോ. എന്റെ ശൈലവും കോട്ടയും നീയല്ലോ, എന്റെ രക്ഷകനും ദൈവവും നീയല്ലോ. ഞാൻ ശരണമാക്കും പാറയും നീയല്ലോ, എന്നും നിന്നിൽ ഞാൻ വിശ്രമിക്കുമേ. 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 ഹല്ലേലൂയാ. ലഭിച്ചിരിക്കുന്ന പാട്ടുതാളിലെ രണ്ടാമത്തെ പാട്ട് തമിഴ് പാട്ട്.
സ്തോത്രം ഭയപ്പെടാതെ അലങ്കാരത്താലെ പാതുകാത്തേ എന്നതാലേ സ്തോത്രം നീ വൈത്തതിനാൽ പരിക്കാരിയനോ ദേവരുവനേ ആസന്നിധി നീ വൈത്തതിനാൽ പരിക്കാരിയനോ ദേവരുവനേ എന്നെ മറവാ യേശുനാഥാ ഉന്തൻ ദയവാൽ എന്നെ നടത്തും എന്നെ മറവാ യേശുനാഥാ ഉന്തൻ ദയവാൽ എന്നെ നടത്തും താഴ്ത്തൻ ചെയ്യേ മറന്നു വിട്ടാലും മറവേനുമേ എന്നതാലേ സ്തോത്രം താഴ്ത്തൻ ചെയ്യേ മറന്നു വിട്ടാലും മറവേനുമേ എന്നതാലേ സ്തോത്രം അറിഞ്ഞിരുന്നു ഒന്നുള്ളും കയ്യിൽ കൈണവോ എന്നും പുകലിടവേ അറിഞ്ഞിരുന്നു ഒന്നുള്ളും കയ്യിൽ കൈണവോ എന്നും പുകലിടവേ എന്നെ മറവാ യേശുനാഥാ ഉന്തൻ ദയവാ എന്നെ നടത്തും എന്നെ മറവാ യേശുനാഥാ ഉന്തൻ ദയവാ എന്നെ നടത്തും തിക്കറ്റോരായി കൈവീടേ കലങ്കിടീരേ എന്നതാലേ സ്തോത്രം തിക്കറ്റോരായി കൈവീടേ കലങ്കിടീരേ എന്നതാലേ സ്തോത്രം നീരറിയാ യാഗം നേരിടാ എന്തലെ മുടിയും എന്നിടിരേ നീരറിയാ യാഗം നേരിടാ എന്തലെ മുടിയും എന്നിടിരേ എന്നെ മറവാ യേശുനാഥാ ഉന്തൻ ദയവാൽ എന്നെ നടത്തും എന്നെ മറവാ യേശുനാഥാ ഉന്തൻ ദയവാൽ എന്നെ നടത്തും ഉന്നെ തൊടുവോൻ എൻ കൺമണിയെ തൊടുവதாக ഉரைத்ததாலே സ്തോത്രം ഉன்னை தொடுவோம் என் கண்மணியே தொடுவதாக உரைத்ததாலே ஸ்தோத்திரம் அக்னியே மோதிராதோ
ഹല്ലേലൂയ. സഹോദരിമാരുടെ ഭാഗത്ത്
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആരാധന ഹാളിലും പരിസരത്തുമായിരിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ ജനവും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ഇന്ന് രാത്രി ഈ സന്ധ്യാസമയം നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് നല്ല ഒരു അവസരം തന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മോട് ഇന്ന് രാത്രി നമ്മോട് ഇടപെടുകയും നമ്മെ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും. ഏതെങ്കിലും പ്രശ്നങ്ങളുമായി കളങ്ങിമറിയുന്നതായ അവസ്ഥയോട് ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മെ വിടുവിക്കുവാനും നമ്മെ ശക്തീകരിക്കുവാനും മതിയായവനാണ്. ദൈവാത്മാവ് എന്നെ വളരെ വ്യക്തമായി ഓർമ്മിപ്പിച്ചതായ ഒരു കാര്യം അത് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഒരല്പസമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കളങ്ങിമറിയുന്നതായ യോർദാന്റെ മുൻപിൽ ഇസ്രായേൽ ജനം വന്ന് പതച്ചു നിന്നപ്പോൾ ദൈവം പറഞ്ഞു, അത് നിയമപ്പെട്ടകം ചുമക്കുന്നതായ പുരോഹിതന്മാർ മുൻപിൽ കടന്നു പോകുവാൻ പറയുകയുണ്ടായി. അവരുടെ ചുമലിൽ നിയമപ്പെട്ടകമുണ്ട്, മറ്റൊന്നും ദർശിക്കുവാനില്ല. ആ യോർദാനെ തടയുവാനായിട്ട് മറ്റൊന്നും അവരുടെ പക്കലില്ലായിരുന്നു. എന്നാൽ അവരുടെ ചുമലിൽ ഒരു നിയമപ്പെട്ടകമുണ്ട്. ആ നിയമപ്പെട്ടകത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്തോത്രം, അഹരോന്റെ തളിർത്ത വടി, അത് ഉയർപ്പിൻ്റെ ശക്തിയാണെന്ന് നമ്മുടെ വിശുദ്ധന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി കളങ്ങിമറിയുന്നതായ പ്രശ്നങ്ങളുമായി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മുടെ നടുവേ ഇപ്പോൾ ദൈവം അയച്ചു കൊണ്ടിരിക്കുകയാണ്. ഉയർപ്പിൻ്റെ ശക്തിയാൽ ആരെല്ലാം ഇന്ന് രാത്രി നിറയപ്പെടുന്നുവോ അവരുടെ ജീവിതത്തിൽ കളങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതായ, മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല എന്ന് ചിന്തിക്കുന്നതായ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ നിന്റെ പ്രശ്നങ്ങൾക്ക് ഇന്ന് രാത്രി ദൈവം പരിഹാരം നൽകുവാൻ, ദൈവത്തിന് ഇന്ന് രാത്രി നിന്നെ വിടുവിക്കുവാൻ കഴിയും. അതിന് ഉയർപ്പിൻ്റെ ഒരു ശക്തി ഇന്ന് രാത്രി ഹോളിൻ്റെ ഉള്ളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതായ ദൈവശക്തി ഇപ്പോൾ പലരെയും തൊട്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ പ്രശ്നങ്ങൾക്ക് ഇന്ന് രാത്രി പരിഹാരം എങ്ങനെ ദൈവം നൽകും എന്ന് നീ ഭാരപ്പെട്ട് വന്നുവെങ്കിൽ ഇതാ ദൈവശക്തി. Hallelujah. Hallelujah. Amen. 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 Amen കർത്താവേ, ആമേൻ കർത്താവേ, ആമേൻ, 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 ആമേൻ. ഒരല്പസമയം കൂടെ പരിശുദ്ധാത്മാവിന് നമ്മെ സമർപ്പിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എവിടെ നിന്നാണ് വന്നുവോ അവിടേക്ക് മടങ്ങിപ്പോകും. എവിടെ നിന്നാണ് അത് വന്നുവോ അവിടേക്ക് മടങ്ങിപ്പോകും. യോർദാൻ ചിരപോളം ഉയർന്നു നിന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറുഭാഗത്ത് അതേ ആ വെള്ളം വാർന്ന് സമുദ്രത്തിലേക്ക് പോയി. അവിടെ ഒന്നും നമുക്ക് കാണാൻ ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഈ ശക്തമായ ഒഴുക്കിനെ തടയുവാൻ, ശക്തമായ പ്രതികൂലങ്ങളെ തടയുവാൻ, ഈ ശക്തമായി നിന്റെ ജീവിതത്തിൽ നിന്നെ തകർത്ത് കളയുമെന്ന് വിചാരിക്കുന്ന പ്രശ്നങ്ങളെ തടയുവാൻ മാനുഷികമായ ശക്തിക്ക് ഒരിക്കലും സാധ്യമല്ല. എന്നാൽ ഒരു ദൈവവൈതലിന് ഒരു ധൈര്യമുണ്ട്. അവരുടെ മേലുള്ള അഭിഷേകം, അവരുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ദൈവശക്തിക്ക് അവരുടെ പ്രതികൂലങ്ങളെ മറികടക്കുവാൻ, അതിനെ തടയുവാൻ, അതിനെ ഇല്ലാതെയാക്കുവാൻ കഴിയും. ഇന്ന് രാത്രി അഭിഷേകത്താൽ നീ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കളുടെ കാൽക്കീഴിലാണ് അവിടെ പ്രശ്നങ്ങളെ ദൈവം കൊണ്ടുവരുന്നത്.
അതുവരെയും ആ യോർദാന്റെ ശക്തി മറ്റുള്ളവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ അവരുടെ ചുമലിൽ നിയമപ്പെട്ടകമായി മുൻപോട്ട് പോയപ്പോൾ ഇപ്പോൾ ആ നിയമപ്പെട്ടകം ചുമക്കുന്നതായ പുരോഹിതന്മാരുടെ കാൽപാദങ്ങൾ ആ വെള്ളത്തിൽ തട്ടി അല്ലെങ്കിൽ അതിനെ ചവിട്ടിയപ്പോൾ അത് രണ്ടായി ഭാഗിക്കപ്പെടുകയാണ്. ഇന്ന് രാത്രി കാലം കഴിഞ്ഞ നാളുകളിൽ നിന്നെ ഭയപ്പെടുത്തിയതായ, നിന്നെ വേദനിപ്പിച്ചതായ, നിന്റെ ജീവിതത്തിൽ മറികടക്കുവാൻ കഴിയാത്തതായ നിന്ദകളും അതേ അപമാനങ്ങളും പരീക്ഷകളും പരിശോധനകളും നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന് നിന്നെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ വ്യാപരിക്കുന്നത്, അതേ നിന്റെ ഉള്ളിൽ ദൈവം തന്റെ ആത്മാവിനെ തന്നിരിക്കുന്നത് നിന്റെ പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടുവാനല്ല, ചവിട്ടുവാനുള്ള അഭിഷേകം ദൈവം നിനക്ക് തന്നിരിക്കുകയാണ്. അതിനെ ചവിട്ടുവാനുള്ള അഭിഷേകം നിനക്ക് തന്നിരിക്കുകയാണ്. പ്രിയ ദൈവവേദനേ, ഇന്ന് രാത്രി വിശ്വാസത്തോട് ദൈവശക്തിയോട് നിന്റെ പ്രശ്നങ്ങൾക്ക് മേലെ ദൈവം ഒരു അധികാരം നിനക്ക് തന്നിരിക്കുന്നു. ഇതാ ദൈവശക്തി നിന്നെ തൊടുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കലും ഭോഷ്ക് പറയുകയില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ദൈവമക്കളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. പല ഹൃദയങ്ങളെയും ഇന്ന് രാത്രി ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ഹൃദയത്തിൽ വേദനയോട് കളങ്ങി മറിയുന്നതായ പല പ്രശ്നങ്ങളോട് കടന്നു വന്നിട്ടുള്ളതായ ചില വ്യക്തികളെ ദൈവം ഇന്ന് രാത്രി തന്റെ ശക്തിയാൽ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി അവരുടെ പ്രശ്നങ്ങൾ മീതെ ദൈവത്തിന്റെ ആധിപത്യം ഇന്ന് രാത്രി ദൈവം സ്ഥാപിച്ചിരിക്കുകയാണ്. ഇതുവരെയും നിന്റെ ജീവിതത്തിൽ നിന്നെ അലട്ടിയതായ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന ഒരു രാത്രിയാണ് ഇന്ന് രാത്രി. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വത്തെ ഇന്ന് രാത്രി നിനക്ക് കാണുവാൻ സാധിക്കും. നീ ആത്മാവിൽ അത് ഗ്രഹിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നിനക്ക് ഗ്രഹിക്കുവാനും വിടുതൽ പ്രാപിപ്പാനും സാധിക്കും. ശത്രു ഒരുപക്ഷെ സമ്മതിക്കില്ല, ശത്രു ഏൽപ്പിച്ചു കൊടുക്കുവാൻ സമ്മതിക്കത്തില്ല, വിശ്വസിക്കുവാൻ ഒരുപക്ഷെ അനുവദിക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വ്യാപരിച്ചത് നിന്നെ വിടുവിക്കുവാൻ വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ. ഇതുവരെയും നിന്റെ ജീവിതത്തിൽ നിന്നെ അലട്ടിയ പ്രശ്നങ്ങൾ നിന്നെ വിടുവിച്ച് നിന്നെ ശക്തീകരിക്കുവാനാണ് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അത് കണ്ണിമയ്ക്കുന്ന നേരം കൊണ്ട് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതായ ആ ദൈവശക്തി ഇന്ന് രാത്രി നമ്മിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മെ വിടുവിക്കുവാൻ ആ ദൈവശക്തി കൊണ്ട് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഏതാണ്ട് 1-2 മിനിറ്റുകൾ മാത്രം നമ്മുടെ മുൻപിലുള്ളൂ. മുട്ടുമയിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു എന്ന് പലരോടും ചെന്ന് പറയത്തക്ക വിധം ദൈവാത്മാവ് ചിലരെ ഇന്ന് രാത്രി തൊട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണുകളെ അടച്ച ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ട് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മാനുഷികമായ രീതിയിൽ നീ ചിന്തിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കരുത്. ഇത് ഒരു മനുഷ്യന്റെ ബുദ്ധി കൊണ്ടല്ല,
ഒരു ആരാധനയല്ല, ഇത് ആത്മാവിലെ ആരാധനയാണ്, ഇത് വിടുതൽ പ്രാപിക്കുന്ന ആരാധനയാണ്, ഇത് ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാ ദൈവത്തിന്റെ ആത്മാവ് ചിലരെ ഇന്ന് രാത്രി അത് വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ അലട്ടിക്കൊണ്ടിരുന്നതായ അന്ധകാര ശക്തിയെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശാസിച്ചു കളഞ്ഞിരിക്കുകയാണ്. നിന്നോട് പോരാടിയതായ ആ രോഗത്തിന്റെ ശക്തി ദൈവം ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞിട്ട് കർത്താവ് നിനക്ക് സ്വാതന്ത്ര്യവും വിടുതലും നൽകിക്കൊണ്ടിരിക്കുകയാണ്. നീ ഒരിക്കലും സംശയിക്കരുത്. നാളുകളായി നിന്നെ അലട്ടിയതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ഇന്ന് രാത്രി ദൈവം നിന്നെ തന്റെ സന്നിധിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നിന്റെയും നിന്റെ ജീവിതത്തെയും അലട്ടിക്കൊണ്ടിരുന്നതായ സകല പ്രശ്നങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവം നിനക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി തന്നെ നീ ദൈവത്തിന്റെ മഹത്വത്തെ കാണും. ഇപ്പോൾ ആ ദൈവശക്തി നിന്റെ മേൽ ഇറങ്ങുന്നു. നിന്നെ വിടുവിക്കുന്ന ദൈവശക്തി ഇതാ നിന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഓ ഡബലക ഡബക ഡബക ധലബക 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 ധല. ഹല്ലേലൂയ. കർത്താവിന്റെ മധ്യവും നമ്മെ ആത്മാവിന്റെ ശക്തിയാൽ നിറച്ച് സ്വാതന്ത്ര്യ വിടുതൽ നിന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരുന്നതിനാൽ സ്തോത്രം ചെയ്യാം. സോദര 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 കലങ്ങമറിയുന്ന യോർദാൻ തുല്യമായ പരിശോധനകളിൽ, പ്രതികൂലങ്ങളിൽ, പ്രതിബന്ധങ്ങളിൽ അജയഘോഷം മുഴക്കുവാൻ, ജയമെടുക്കുവാൻ നമുക്ക് അഭിഷേകം തന്നിരിക്കുക. സ്തോത്രം ചെയ്യാം. സോദര 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 സോദരം. ഇതുവരെയും നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന കർത്താവ് ഇനിയും നമ്മെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്നേഹമേൽ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ചില നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ ക്രമീകരിപ്പാൻ തക്കണം കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സ്തോത്രം സ്തോത്രം. ഈ ദേശത്തെ സ്നേഹിച്ച് ദൈവമക്കളെ എല്ലാം സ്നേഹിച്ച് ഇങ്ങനെ ഒരു കൂട്ടം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കൂട്ടത്തിന്റെ ആരംഭത്തിൽ തന്നെ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ മധ്യ കടന്നു വന്നതിനായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ എവിടെ കൂടി ആരോടെ കടന്നു വരാം. നിന്റെ വാഗ്ദത്തം ഉണ്ടല്ലോ കർത്താവേ. നിന്റെ വാഗ്ദത്ത പ്രകാരം നീ വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നതിനായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്ന കർത്താവേ. കടന്നു വന്നി ഓരോരുത്തരെ കർത്താവ് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്തതിനാ ഞങ്ങൾ എന്നെ സ്തുതിക്കുന്ന കർത്താവേ. സ്തോത്രം. ഓരോ ദിവസവും നിൽക്കുന്ന സന്ധികൾ കൂടി വരുമ്പോൾ ഞങ്ങളുടെ പ്രത്യാശയെ വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി കാണപ്പെടുവാൻ തൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം. കടന്നു വന്ന് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾക്കെല്ലാം കർത്താവ് പരിഹാരം വരുത്തിയിരിക്കാൻ ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു കർത്താവെ. വിശ്വസിച്ചുകൊണ്ട് യാചിച്ചാലും തരാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് എന്നീ സന്ധ്യാസമയം ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന് എല്ലാവരുടെയും ആവശ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും മതിയായവനായി കൂടി ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നതിന്റെ വാഗ്ദത്തങ്ങൾ എല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. നിന്റെ കൃപയിൽ ഓരോ നിമിഷത്തിൽ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയുടെ ഗാനങ്ങൾ പാടി ദൈവത്തിൽ സന്തോഷിപ്പാനും പ്രത്യാശയെ പുതുക്കുവാൻ കൊണ്ടും സഹായിച്ചു ലഭിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സ്തോത്രം. എത്രയോ പേർക്ക് ലഭിക്കാത്തതായ ഈ മകൾ ഭാഗ്യവും പദവി ഞങ്ങൾക്ക് തന്നല്ല കർത്താവേ. ശ്രേഷ്ഠമേറിയ ഉപദേശത്തിലേക്ക് സത്യത്തിലേക്ക് നേടിയങ്ങളെ ഓരോരുത്തരെയും നടത്തിയതിനായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്ന കർത്താവേ. സ്തോത്രം. ഈ കൂട്ടം ഈ ദേശത്തിന്റെ രക്ഷയ്ക്ക് കാരണമാക്കി തീർക്കണമേ. എന്നെ പുതിയ ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമാക്കി തീർക്കണമേ. ഞങ്ങൾ ചിലവിടുകയും ചിലവായി പോകുന്ന നഷ്ടമായി തീരാതോണം അനേകാര്യങ്ങൾക്ക് പ്രയോജനമായി തീരുവാൻ കൊണ്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ, സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട സാക്ഷി എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സാക്ഷി പറയുന്നവർക്ക് ധാരാളം കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സാക്ഷി മറ്റുള്ളവരെ ജീവിപ്പിക്കുന്നതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവം ചെയ്ത ജന്മങ്ങളെ വർണ്ണിപ്പാൻ തൊക്കൊണ്ട് ഓരോരുത്തരെ നിവലപ്പെടുത്തിയിരിക്കുന്ന ഞങ്ങൾ എന്നെ സ്തുതിക്കുന്ന കർത്താവേ. അല്പസമയം ഞങ്ങൾ എന്നെ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ നാമത്വമായി തീരുവാൻ
സഹായിക്കണമേ. കടന്നു വന്ന ജനത്തിന്റെ ഹൃദയത്തിന്റെ നിലവരമനുസരിച്ച് സംസാരിപ്പാൻ തക്കവണ്ണ ദൂതവാഹികൾ കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. കർത്താവേ സിയോനിൽ നിന്ന് കർത്താവേ ഞങ്ങളുടെ വചനങ്ങളെ തന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. വചനം കേട്ട് നിശ്ചയം പ്രാപിച്ച് അതിന് പ്രകാരം ജീവിക്കുന്നവരായി തീരുവാൻ കൊണ്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. അതിന്റെ ആത്മയെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നതിനായി ഞങ്ങൾ വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ എത്രത്തോളം പേർക്ക് ഞങ്ങളോട് കൂടി വന്ന ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവേ ഇങ്ങനെ ഒരു വിശ്വാസമത്തെയും കർത്താവിടെ തന്നല്ലോ കർത്താവിടെ താമസിക്കുന്നവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ഉണർത്തി കർത്താവേ നിന്റെ വരവിന് വേണ്ടി അനേകർ ഒരുക്കപ്പെടുവാൻ തൊക്കണം കർത്താവേ സ്തോത്രം കർത്താവ് കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കർത്താവിന്റെ കരുത്തിൽ തെരഞ്ഞു കടന്നുവന്നെ ഓരോരുത്തരെയും നീ ബലപ്പെടുത്തി അവരുടെ ആവശ്യങ്ങളും മതിയായവനായി കൂടെ എന്നെ സഹായിച്ച് പ്രശ്നങ്ങൾക്ക് മതിയായവനായി കൂടെ എന്നെ സഹിച്ച് മടക്കി അയക്കും. കർത്താവിന്റെ വരവിനായിട്ടുള്ളവരെ ഒരുക്കും തർക്കരങ്ങളോട് തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഇപ്പോൾ ദൈവനാമത്തിനായിട്ടൊരു സാക്ഷ്യം ബ്രദർ ജോബി മേൽപ്പാടം.